ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ എന്നാ ഗൈസ്. അന്തർശന്ത എന്നുള്ള കർണാടകത്തിലെ മൈസൂർ ജില്ലയിലെ ഒരു വില്ലേജിലേക്ക് ടൂർ പോണേ. അപ്പൊ ഞാൻ ഇങ്ങോട്ട് നടന്നു നോക്കിയിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞേ. ശിവ ഇന്നാണ് ഇപ്പം കൂത്തുപറമ്പ് പഴയ നിരത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തതല്ല, ഇടയ്ക്ക് നിർത്തി ടിഫിൻ കഴിച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോ ഏത് വഴിയാ? മാനന്തവാടിയാ? മാനന്തവാടി, ബാവലി, അന്തർശന്ത. മാനന്തവാടി, ബാവലി, അന്തർശന്ത. കാടാണ് അല്ലേ? ഗ്രാമങ്ങളും കാടുകളും. കാട്ടിലൂടെയാണ് പോവാ? ഗ്രാമങ്ങളിലൂടെയും കാട്ടിലൂടെയും പോവാ. നമ്മുടെ സഹയാത്രികര് മുഹമ്മദ് ബിപി സയാന മുഹമ്മദ് എന്നൊക്കെ അറിയപ്പെടും. പിന്നെ നമ്മൾ തൊക്കിലങ്ങാടി കഴിഞ്ഞു. തൊക്കിലങ്ങാടി നമ്മുടെ നൊസ്റ്റാൾജിക് പ്ലേസ് ആണ്. കൂത്തുപറമ്പ് ഹൈസ്കൂൾ. മുഹമ്മദിന്റെ വീട് ഇവിടെയായിരുന്നു, സ്കൂളിന്റെ തൊട്ട ബിൽഡിങ്. ഇപ്പൊ തൊക്കിലങ്ങാടി കഴിഞ്ഞ് ഇനി പാകിസ്ഥാനിലേക്ക് കൂടി പോകും. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള സ്ഥലമാണ് മാനന്തേരി അല്ലേ? മാനന്തേരി നമ്മളെ ബൽറാമിന്റെ നാട്. പാകിസ്ഥാൻ വഴി പോയിട്ട് നെടുമ്പോയിൽ എവിടെ പോവോ? ഇല്ല, അത് ഇരുട്ടിന്ന് പോകുമ്പോഴാണ് പാൽച്ചുരം വഴി പോവുക അല്ലേ? ഇത് നെടുമ്പോയിൽ ചുരം വഴി അല്ലേ? ഓക്കെ, അപ്പം അങ്ങനത്തെ കാണാം. ഇവിടെ എല്ലാം സാധാരണ കാണുന്ന വഴിയല്ലേ? ഓക്കെ, കർണാടക സ്റ്റേറ്റിൽ കയറിയിട്ട് കാണാം. നമുക്ക് അവിടുന്ന് നന്നായിട്ട് തുടങ്ങാം. നമ്മളിപ്പോ ജസ്റ്റ് പാസ് പാകിസ്ഥാൻ പീടിക, കടയുടെ ബോർഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പാകിസ്ഥാൻ പീടിക. ഇത് വെറും മാനന്തേരി. മാനന്തേരി തന്നെ തൊട്ട് മുമ്പത്തെ സ്റ്റോപ്പ് പാകിസ്ഥാൻ പീടിക. അല്ല ഇങ്ങനെ പോകുമ്പോ നെടുമ്പോയിൽ ചെറിയ ചുരത്തിലെ കാഴ്ചകളാണ്. ഇനി എയർപെൻ ബെൻഡൊക്കെ കഴിഞ്ഞോ? ഇല്ല, 4 മൊത്തം 4 രണ്ടെണ്ണം കഴിഞ്ഞു. വോയിസ് ഓവർ അന്നേരം കൊടുത്താ പോരെ? എഡിറ്റ് ചെയ്യും. സൗണ്ട് വേണം അല്ലേ? അവതരിച്ചു കൊടുക്കണം. നമുക്ക് അറിയുന്ന ആൾക്കാർക്ക് കാണാനൊരു മ്യൂസിക് ഇട്ട് കൊടുത്താൽ ഇതാക്കിയിട്ടില്ല, റീച്ച് കിട്ടും. ശരിക്കും വീഡിയോ ഇരുന്ന് കണ്ടു പോകണം. ഇതിന്റെ അഷ്റഫ് എക്സലാണ് അതിന് ഏറ്റവും ബെറ്റർ. അഷ്റഫ് എക്സലിന്റെ വീഡിയോസ് കാണാനുണ്ടോ? ഞാൻ പിയോക്കിൻസ് വൈബ് എന്ന് പറഞ്ഞൊരു കാട്ടിലായ അത്രയെല്ലാം ശരിക്കും അവിടെ ഇരുന്ന് കണ്ടു. മൂന്നാമത്തെ ഇതെല്ലാം പൊളിഞ്ഞു കേട്ടോ. റോഡാകെ മോശമില്ലേ? നമ്മളൊക്കെ ടൈലായിട്ട് വരെ പൊളിഞ്ഞല്ലോ. ഇതെല്ലാം ടൈല് വരെ പൊളിഞ്ഞല്ലോ. ഇതെങ്ങനെ ഇരിക്കുന്നു? അത്ര വലിയ മഴ ഒന്നും പെയ്തിട്ടില്ലല്ലോ. മഴ പെയ്തൊന്നുമില്ല. ശരിക്കും 4 മാസം കൊണ്ടായിട്ടും പോകുന്നേ. ഇന്നിപ്പോ എന്താ ഡേറ്റ്? 24. ഇലക്ഷന്റെ തലേന്ന് ഏത് ഏപ്രിൽ. ഇപ്പൊ ഭയങ്കര ചൂടും ഇതെല്ലാം കാലല്ലേ ഇവിടെ. പിന്നെ മാനന്തവാടി എത്തുന്നതിന് മുമ്പേ കോട കാണാം. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇവിടെ വയനാട്ടിലൊക്കെ ടൂർ വന്നിട്ട് ഭയങ്കര ചൂടാണ് ഇങ്ങോട്ട് വരേണ്ട
പക്ഷെ ഇപ്പൊ കണ്ടിട്ട് നല്ല സുഖമുണ്ടല്ലോ കാണാനല്ലേ. മഷൂദും അവരുടെ ഫാമിലി പെരുന്നാളിന്റെ പിറ്റേന്ന് എല്ലാവരും പോയി. അപ്പം പിന്നെ ഇപ്പൊ മാറിയ കാലാവസ്ഥ മാറിയ ഉള്ളില് ഉണ്ട് ശരിക്കും കാട് തന്നെയാണ്. മരത്തിലും റോഡരികിലും മാലിന്യങ്ങൾ ഉഷാറാണ്. ഇപ്പൊ പിന്നെ മൂന്നാറിൽ പോയ പോലെ ആയാലും അല്ലേ, നല്ല അല്ലെ. കോഴിക്കോടുന്ന് വയനാട്ടിലേക്ക് വരുമ്പോ ഇങ്ങനെയൊന്നും കാണൂലല്ലോ. ഇത്ര തണുപ്പില്ല അല്ലേ? തണുപ്പുണ്ട് പുറത്ത് തണുപ്പുണ്ട്. അപ്പൊ ഇവിടെ തണുപ്പുണ്ട്. ഇവിടെ റിസോർട്ട് ഉണ്ടോ? ഇവിടെ റിസോർട്ട് ഉണ്ടോ? ഓ ഇന്നത്തെ കാലാവസ്ഥ മാറിയത് എന്താ ഇരുട്ടും. ഇപ്പൊ ഒരു 9 മണി ആവറായി. വെയില് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ പുറത്തിറങ്ങാണെങ്കിൽ ചൂടെടുത്ത് പൊള്ളുന്ന. പക്ഷെ ഇതായിപ്പോ ഇവിടെ നല്ല മഴക്കാറ്. കർക്കിടകം പോലെ അല്ലേ? കർക്കിടകം പോലെ ഇല്ലേ? മഴ പെയ്യാൻ മുട്ടി നിൽക്കുന്ന പോലെ. കാട്ടിന്റെ ഉള്ളില് ആ കാട് തീർന്നാ അതിന് വെളിച്ചം. ഇവിടെ ഒരു വെളിച്ചം. സൂര്യനെത്തി നോക്കുന്നു. എടുക്കുന്നുണ്ട്. ആ ഇപ്പൊ പുറത്ത് നല്ല കാറ്റ് വരുന്നത്. AC ഓഫാക്കല്ലോ. ഓഫാക്കിയല്ലേ? നല്ല ഇപ്പൊ ഊട്ടി പോയി. നല്ല അതിന്റെ ഒരു സുഖം കിട്ടും. നീ ഇങ്ങോട്ട് വന്നിട്ടില്ല അധികം? ഞാൻ കൂടുതൽ വന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് മറ്റേ വഴിയാ, പാൽച്ചുരം വഴിയാ. പാൽച്ചുരം വരുമ്പോ കാണാം. മാനന്തവാടി എത്താറായി അപ്പൊ അല്ലേ? ഇല്ല, പാൽച്ചുരത്തിന്റെ അവിടെ എത്തിയിട്ടില്ല. പാൽച്ചുരം വന്ന് കയറുന്ന സ്ഥലത്ത് അത് ബോയ് സ്റ്റോണാണ്. അത് എത്തിയിട്ടില്ല. സ്റ്റോപ്പിലുള്ള ഇതെല്ലാം മറ്റേ ചായപ്പൊടി തോട്ടം. ചായപ്പൊടിയല്ല, തേയില തോട്ടം. 5 വണ്ടി കൊണ്ടോ? ഫാമിലി തന്നെ? ബത്തേരി വരെ വരും. വയനാട് ഫുള്ള് ഒരു പെരുന്നാൾ നാട്ടിൽ പെരുന്നാൾ ദിവസം ആശ്വാസം മറ്റുള്ള നമ്മളിപ്പോ വയനാട് മണ്ഡലത്തിലെ കൂടിയാ പോയിക്കൊണ്ടിരിക്കുന്നത്. രാജീവ് ഗാന്ധിയാണ് ഇവിടുത്തെ UDF-ന്റെ സ്ഥാനാർത്ഥി. അതുപോലെ BJP-യുടെ പ്രസിഡന്റ് K. സുരേന്ദ്രനാണ് ഇതിലെ സ്ഥാനാർത്ഥി അല്ലേ? LDF-ന്റെ ആനിരാജ അല്ല, മറ്റേ BJP-യുടേത് K. സുരേന്ദ്രൻ. മറ്റേ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ്. ഈ നാട്ടുകാരനാണെന്നാ പറയുന്നത്. നാട്ടുകാരനാണോ? ഉള്ളിയേരിയറ്റല്ലേ അയാള്? കോഴിക്കോട് ഡിസ്ട്രിക്ട് അല്ലേ? അല്ല, ഉള്ളിസുരയാണ് അല്ലേ? അല്ലാണ്ട് ഉള്ളിയേരി നാട്ടുകാരനല്ല. നാട്ടുകാരനാണ് ഇപ്പൊ പ്രസംഗിക്കുന്നത്. ഇപ്പൊ വയനാട് നമ്മളെ പാലക്കാടുകാരൻ ഷാഫി പറയുന്നത് മായിക്കാരനാണ്. ശരി, മായിലെ പ്യാപ്പിളയാണ്. അതുപോലെ എന്തെങ്കിലും ബന്ധം ഉണ്ടാവും അല്ലേ?
ഇപ്പൊ നമ്മൾ കാട്ടിക്കുളത്തെത്തി. കാട്ടിക്കുളത്താണ് ചെക്ക് പോസ്റ്റ് അല്ലേ? കേരളത്തിന്റെ ഇനി കുറച്ച് കഴിയുമ്പോ കർണാടകയാവും. കാട്ടിക്കുളത്ത് നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാലാണ് മറ്റേ ഇവിടെ ക്ഷേത്രം, തിരുനെല്ലി ക്ഷേത്രം. ബാവലി കാറ് പോയിട്ട് തിരുനെല്ലിന്റെ ബോർഡ്. ബാവലി കഴിഞ്ഞാണല്ല, കഴിഞ്ഞിട്ട് കർണാടക. ബാവലി കേരളത്തിലാണ്. ബോർഡർ ഇതാണ്, ഇതങ്ങോട്ട് കാണിക്കും. തിരുനെല്ലി ക്ഷേത്രം. തിരുനെല്ലി ക്ഷേത്രം 21 കിലോമീറ്റർ പോണം. മറ്റേ ഇതുണ്ട്, നല്ല കാട്, മറ്റേ ഇതിന്റെ തേക്കിൻ കാട് എടുത്തോ. ഇവിടെ അങ്ങോട്ട് നല്ല രസമാണ്, രണ്ട് സൈഡും തേക്കിൻ കാടായിരിക്കും. ഇവിടെ അല്ല മറ്റേ കൊറേ സ്റ്റോൺ ഇങ്ങനെ കെട്ടി വെച്ചു. എന്തെങ്കിലും സാധനം കെട്ടി വെച്ച് ഇങ്ങനെ 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 കെട്ടി വെച്ചാണ്ടോ? ഞാൻ കാണുന്നില്ല. ഇത് ഈ സൈഡ്, ആടിന്റെ സൈഡ് നോക്കി. ഇതാ, അതാണ് ജണ്ട എന്ന് പറയും. അറിയാം, അതിനെപ്പറ്റി അറിയാം. ഇല്ല, കാടിന്റെ അതിർത്തിയാണ്. ഇതിന്റെ അങ്ങോട്ട് ഇതാ ഇതല്ല, ചെറിയൊരു കോൺക്രീറ്റിന്റെ അതിന് പറഞ്ഞ ജണ്ട എന്ന് പറയും. ചെക്ക് പോസ്റ്റ് ആയാ ചെറിയ പാലം കഴിഞ്ഞല്ലേ? ഇപ്പൊ കർണാടക എത്തി. ഇല്ല, ബാവലി തന്നെ. ചെറിയൊരു പാലം അല്ല അതല്ലേ, ഒരു പാലം കിടന്നിട്ട്. വനം വകുപ്പ്, വയനാട് വന്യജീവി സങ്കേതം. ഇത് ഇതിന്റെ പിന്നെ വനത്തിന്റെ അതിർത്തിയാണ്, വനാതിർത്തി. എവിടെ കണ്ട? ഇതിപ്പോ നിലമ്പൂർ തേക്കിൻ കാടിലോട്ട് പോകുന്ന പോലെ അല്ലേ? ഇവിടെ കംപ്ലീറ്റ് തേക്കാം. കാണുന്നില്ല, നീ നോക്കുമ്പോഴേക്കില്ലുണ്ടായിരുന്നു. അപ്പൊ ഇവര് നടക്കുന്ന നടപ്പില് ഇവരെ വെയിറ്റ് കുറച്ചുനേരം അവിടെ വെക്കും. പിടിച്ചെടുക്കാനും താഴെ വെക്കാനും ഒരു വേറൊരാൾ വേണ്ടേ? ഇത് സ്വന്തം തന്നെ അതിന്റെ മേലെ വെച്ചിട്ട് ഇങ്ങെടുക്കാൻ പറ്റും. കുറച്ച് ഹൈറ്റുള്ള ഒരു തട്ട് നമുക്കിങ്ങനെ മേലെ വെക്കാൻ പറ്റുന്ന ഒരു രീതിയായിരിക്കും. ഇംഗ്ലീഷില് ഒരു രസം തന്നെ ഉണ്ട്, ഒറിഗല്ലോ. എന്താണ് ഒറിഗല്ലോ? ലെസൺ അല്ലേ? ലെസൺ. ഒറിഗല്ലോ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അതാണോ? ചുമടുതാങ്ങി. ചുമടുതാങ്ങിക്കുള്ള ഇംഗ്ലീഷ് വേർഡാണോ? ഗൂഗിളിൽ ഒറിഗല്ലോ അടിച്ചോക്കിയ ജണ്ട എന്താ കാണാത്ത? ജണ്ട പോയില്ലോ. നസീർ ഇങ്ങനെ ജീപ്പിൽ ഇങ്ങനെ പാട്ടൊക്കെ പാടിട്ട് കസ്തൂരി മണക്കുന്നല്ലോ വേറെ നീ വരുന്നു. അത് 20 പഞ്ചമിയിലെ പാട്ടാ. കസ്തൂരി മണക്കുന്നല്ലോ പഞ്ചമിയിലെ പാട്ടാ. നീ വരുമ്പോ സ്റ്റോൺ ബെഞ്ച് അല്ലേ? റൈറ്റ്. അതന്നെ ഇപ്പൊ ചുമടുതാങ്ങി. ഒറിഗല്ലോ. ഒറിഗാമി എന്താ? അതന്നെ. ജീപ്പും കൊണ്ട് ഇങ്ങനെ വരുമ്പോ പണ്ട് ഇങ്ങനെ ആ സിനിമ കാണുമ്പോ എങ്ങനെ ഇതിലേക്കൂടെ പോകാൻ പറ്റും നമുക്ക്. അപ്പൊ പിന്നെ കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേന്ന് വെച്ചോക്കിയ സിനിമയെന്ന് വെച്ചോക്കിയ പുലി 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 കണ്ടാ? അല്ല, നായ. പിക്നിക്കില് പിക്നിക്. അത് പിക്നിക്. പഞ്ചമിയില് പിക്നിക്കിലും ഇങ്ങനത്തെ കാട്ടല്ലേ? പഞ്ചമി മറന്നു ഞാൻ. പിക്നിക് തെറ്റിദ്ധരിച്ചു. പഞ്ചമിയിലാണ് ജയനല്ലുള്ളത്. ജയൻ ചെറിയ റോളിലൊക്കെ ഉണ്ട്. ഇവിടെ കയറി പിടിക്കുന്നത് ജയഭാരതിന കയറി പിടിക്കാൻ പോകുന്നത്. എന്നിട്ട് അവൻ ആനയെ വെട്ടി കൊല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ട് പഞ്ചമിയിൽ. വയനാടാണ് കംപ്ലീറ്റ്. നീ ഇപ്പൊ ഏതെങ്കിലും സിനിമ കണ്ടില്ല? അടുത്ത സിനിമ തിയേറ്ററിലല്ല. തിയേറ്ററിന്നല്ല, അല്ല തിയേറ്ററിൽ കണ്ടോ ചോദിച്ചാ? തിയേറ്ററിൽ നിന്ന് കണ്ട എനിക്ക് ഒന്ന് ബ്രോഡാഡിയാണ്. എറണാകുളത്ത് വന്ന് ബ്രോഡാഡി എറണാകുളത്ത് സിനിമ ഉണ്ടല്ലേ? മോഹൻലാലും പൃഥ്വിരാജും അച്ഛനും മോനും. ഞാൻ കൊറേ കാലം കൂടിയിട്ട് സിനിമ കണ്ടത്. ഞാൻ എറണാകുളത്ത്. ഞാൻ എറണാകുളത്ത് തന്നെ ഉണ്ട് ബ്രോഡാഡി. മറ്റേ ഇതിന്റെ അകത്തും മാളിൽ പോയിട്ട്. ആടല്ല, മറ്റേ ആവേശമല്ല. വർഷങ്ങൾക്ക് അത് കുറച്ച് ഫീൽ ഗുഡ് മൂവി ആയിരിക്കും പറഞ്ഞിട്ടാ പോയെ. എന്നിട്ട് അതും ഇഷ്ടമായില്ല. ആവേശം ഭയങ്കര. പക്ഷെ ആവേശം എന്റെ ഫ്രണ്ട് സോബി കണ്ടിട്ട് പറഞ്ഞ്
എനിക്കിഷ്ടമില്ല. അത് വേണ്ട. കുറേ വെള്ളടിയും ഇതെല്ലായിട്ട് ആവേശമല്ല. ഈ വർഷങ്ങൾക്ക് ശേഷം സെക്കൻഡ് ഹാഫിന് ശേഷം നിവിൻ പോളി വരുമ്പോ പിന്നെ കുറെ തമാശ. എനിക്ക് ആടുജീവിതമൊന്നും ഇഷ്ടമില്ല.